അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്നെനിക്ക് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ആദ്യ ഗുരു അമ്മ എന്നതാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരുടെയും മനസ്സിൽ നമ്മുടെ അമ്മമാരുടെ മുഖമാണ് ഓർമ്മ വരിക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് അമ്മയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന വിലമതിക്കാനാകാത്ത പാഠങ്ങൾ അമ്മയാണ് നൽകുന്നത്. അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം, കരുണ, നല്ല ശീലങ്ങൾ, ഭാഷ, സംസ്കാരം എന്നിവയൊക്കെയാണ്. കുട്ടി ആദ്യമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ സംസാരം അനുകരിച്ചിട്ടാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നതും അമ്മയാണ്. അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം, കരുണ, നല്ല ശീലങ്ങൾ, ഭാഷ, സംസ്കാരം എന്നിവയൊക്കെയാണ്. അമ്മയിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത്. ലോകത്തിലെ തെറ്റും ശരിയും നന്മ തിന്മകളും അമ്മയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്ഷണശീലങ്ങൾ മുതൽ ഓരോ സംസ്കാരങ്ങൾ വരെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും അമ്മയാണ്. ഇതെല്ലാം കൊണ്ടാണ് ആദ്യ ഗുരുവായ അമ്മയെ നാം കാണുന്നത്. അമ്മ ഒരു പാഠമല്ല, അനേകായിരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ മക്കളായ നമ്മളുടെ മനസ്സിൽ നന്മയുണ്ടായിരിക്കണം. അമ്മയാണ് നമ്മുടെ ആദ്യ ഗുരു. നമ്മെ മിണ്ടുവാൻ, നടക്കുവാൻ, ഈ ലോകത്തേക്ക് വേണ്ട എല്ലാ പാഠങ്ങളും നമ്മെ സ്നേഹത്തോടെ മനസ്സിലാക്കി തന്നതും തളർച്ചകളിൽ താങ്ങായിരുന്നതും കടലെരിയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് ലക്ഷ്യങ്ങളെ ഒന്നൊന്നായി നേടുവാൻ നമ്മെ പ്രാപ്തരാക്കിയതും നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഒന്നും കൊണ്ട് മാത്രമാണ്. ജീവിത വിജയം നേടിയ പുരുഷന്മാർക്കു പിന്നിൽ ശക്തമായ സ്ത്രീ സാന്നിധ്യമുണ്ട്. അത് വെറും പരഞ്ചൊല്ലോ കടങ്കഥയുമല്ല, ശരിക്കും യാഥാർത്ഥ്യമാണ്. എവിടെയെല്ലാം കുട്ടികളിൽ നല്ല സംസ്കാരം കാണുന്നുവോ, എവിടെയെല്ലാം വ്യക്തിയിൽ പരാജയത്തെ നേരിടാൻ അസാമാന്യമായ ശക്തി കാണുന്നുവോ, അവിടെയെല്ലാം വേദനിക്കുന്നവരോട് അനുകമ്പവും കരുണയും സ്നേഹവും കാണുന്നുവോ, അവിടെയെല്ലാം അവരുടെ പിന്നിൽ അവരെ അവാറാക്കുവാൻ പ്രചോദനം നൽകി സഹായിച്ച മഹതിയായ ഒരു അമ്മ ഉണ്ടായിരിക്കും. ഒറ്റ ചെരുപ്പിട്ട ഗുരു എന്നൊരു ജാപ്പനീസ് കഥയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഗുരുവിനെ തേടിയിറങ്ങിയ ഒരു ബാലന്റെ കഥ. വർഷങ്ങൾക്കിപ്പുറം യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയ മനുഷ്യന് നഷ്ടപ്പെട്ടത് 60 വർഷത്തെ സുവർണ കാലഘട്ടമായിരുന്നു. നാവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള അമ്മ എന്ന യഥാർത്ഥ ഗുരുവിനെ കാണാതെ കുപ്പിയിൽ തപ്പുകയാണ് ഇപ്പോഴും. ഇന്നത്തെ കാലത്ത് ബാല്യമെന്നോ കൗമാരമെന്നോ യൗവനമെന്നോ നോക്കാതെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങി തെറ്റായ കൂട്ടുകെട്ടുകൾ എന്നിവയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടിയെല്ലാം സഹിക്കുകയും ത്യജിക്കുകയും ജീവിതാവസാനം വരെ വിയർപ്പൊറുക്കി കഷ്ടപ്പെട്ട് നമ്മുടെ അമ്മമാരെ ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി തള്ളിപ്പറയാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, എന്തിന് കൊല ചെയ്യുക വരെ ചെയ്യാറുണ്ട്. ഇതാണോ നാം പഠിച്ച സംസ്കാരം? ഇതാണോ നാം തിരികെ നൽകേണ്ട സ്നേഹം? ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ലോകമെന്നാണെങ്കിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെങ്ങനെ സൽസ്വഭാവികളായി ജീവിക്കാൻ വേണ്ടതാണ്. ഇതെല്ലാം കൊണ്ടാണ് ആരൊക്കെ മറന്നാലും പെറ്റ വയറിനെയും അവർ സഹിച്ച ത്യാഗത്തെയും മറക്കരുത് എന്ന് പറയുന്നത്. അമ്മമാരെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അവരോട്
സ്നേഹവും കരുണയും ഉണ്ടായിരിക്കുന്നവരായിരിക്കണം. അമ്മ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് മക്കളായ നമ്മളുടെ കടമയാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്നിവയിൽ നിന്ന് അമ്മ എന്ന വാക്കിനെ അനർത്ഥം നൽകാൻ ഒരു വാക്കിനും സാധിക്കില്ല. നന്ദി, നമസ്കാരം.